ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഒരു അതോറിറ്റിക് ഫിഗർ ആണ് എങ്കിൽ സ്വയം ഒരു അതോറിറ്റിക് ഫിഗർ ആണ്, അല്ലെങ്കിൽ മറ്റൊരാൾ ഇവരുടെ മേൽ ഒരു ഇത് കാണിക്കുന്നു. അതായത് നീ ഞങ്ങൾ പറയുന്ന ചെയ്താൽ മതി, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഇവരുടെ ബന്ധുവോ ഫ്രണ്ടോ ആരോ ഒരാൾ ഉണ്ട്, ഒരു വ്യക്തി. ആ വ്യക്തി ഇവരെ നല്ല വഴി കാണിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഇവരുടെ മേൽ ആരോ അധികാരം ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ അവർ അതിന് സമ്മതിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരെ സഹായിക്കാൻ ഇവരുടെ ഒരു ഫ്രണ്ടോ അല്ല എങ്കിൽ ആരോ ഒരു വ്യക്തി നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ ഇവരുടെ കൂടെയുണ്ട്. ആ ഒരു വ്യക്തി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, ഏത് വഴിയാണ് ശരി, ഏത് വഴിയാണ് തെറ്റ്, ഇതെല്ലാം ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണ് പറഞ്ഞു കൊടുക്കുന്നു. വേറൊരു കാര്യം, എല്ലാവരുടെയും ഫ്രണ്ട്സ് ശരിയായിട്ടുള്ളൊരു ഡയറക്ഷൻ കൊടുക്കണമെന്നില്ല. ചില ആൾക്കാരുടെ ഫ്രണ്ട്സ് ഇവരെ ഭ്രമം കൊണ്ട് മൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നീ നിൻ്റെ അച്ഛനും അമ്മയും പറയുന്ന കേൾക്കുക, അല്ലെങ്കിൽ നിനക്ക് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ നീ നിൻ്റെ ഭാര്യയെ പറയുന്ന, നിൻ്റെ ഹസ്ബൻഡ് പറയുന്ന കേൾക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ നിങ്ങളുമായിട്ട് ഒന്നാവാൻ സമ്മതിക്കാതെ വേറെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരെങ്കിലും പറയുന്ന കേട്ടിട്ടൊരു തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർ ചില ആൾക്കാരുണ്ട്, ചില ഫ്രണ്ട്സ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വഴക്കുണ്ടാകുന്നതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി മനഃപൂർവ്വമായിട്ട് ഓരോന്ന് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ ഡിസിഷൻ എടുത്തിട്ട് പിന്നെ വലിയൊരു വഴക്കുണ്ടാവുന്നതായിട്ട് ഇത് കണ്ട് ഈ ഒരു ഫ്രണ്ട് സന്തോഷിക്കുന്നതായിട്ട് അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാരുടെയും ഫ്രണ്ട്സ് നല്ലത് മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്, പക്ഷെ ചില ആൾക്കാരുടെ ഫ്രണ്ട്സ് മോശം വഴി പറഞ്ഞു കൊടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സണ് ഒത്തിരി സ്ട്രഗിൾ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ആ ഒരു ആഗ്രഹപ്രകാരം നടക്കണമെന്ന്, പക്ഷേ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. ചില സമയം ഇവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേൾക്കുന്നു, ചില സമയം ഇവരുടെ ഇലൂഷൻ എന്താണോ ഇവരോട് പറയുന്നത് അത് കേൾക്കുന്നു. അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് എന്താ പറയുക, വഴക്ക് ഉണ്ടാക്കുന്ന ആ ഒരു എനർജിയിലേക്ക് പോകുന്നു. ഇലൂഷനും ഇൻറ്റ്യൂഷനും ഉണ്ട്. ഇലൂഷനാണ് നമ്മളെ ആവശ്യമില്ലാതെ സംശയമെല്ലാം ക്രിയേറ്റ് ചെയ്ത് വഴക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു കാര്യത്തിൽ ഇവർക്കൊരു വിശ്വാസമുണ്ട്, അതായത് ഇവരുടെ ഡെസ്റ്റിനി, ഇവരുടെ ഭാഗ്യം ഇവർ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് ആ ഒരു സ്ഥലത്തേക്ക് ഇവരെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസമുണ്ട്. അതായത് ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. ഭാഗ്യത്തിൽ ഇവരുമായിട്ട് ഒന്നാകണമെന്നാണ് എങ്കിൽ എനിക്ക് ഒന്നാവാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയെങ്കിലും നേരെയാക്കണം എന്നുള്ള രീതിയിൽ അതിനു വേണ്ടി എന്തെങ്കിലും കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് അത് ശരിയാവാതെ വരുന്നു. അതായത് സക്സസ് കിട്ടുന്നില്ല ഇവർക്ക്. അങ്ങനെ സക്സസ് കിട്ടാതാകുമ്പോൾ ഇവർ വിചാരിക്കുന്നത് എനിക്ക് ഇനി വയ്യ, ഞാൻ തോറ്റു, ഇനി ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ, എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് വിധി അങ്ങോട്ട് ആ വഴി കൂടെ പോകാം എന്നുള്ള രീതിയിലേക്ക് ഇവർ വരുന്നു. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും ആ ഒരു വ്യക്തിയുമായിട്ട് ഒന്നാവണമെന്നുണ്ട് എങ്കിൽ എൻ്റെ കർമ്മം എന്നെ ആ വ്യക്തിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഭഗവാന് അർപ്പിക്കുവാൻ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ കോണ്ടാക്റ്റിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുമായിട്ട് ഇവർ തന്നെ സ്വയം ഇങ്ങനെ പറയും, എന്ത് സംഭവിക്കുന്നുള്ളും ബെസ്റ്റ് സംഭവിക്കും, എല്ലാം ഭഗവാന് വിട്ടുകൊടുക്കാം എന്നുള്ള രീതിയിൽ ഇവരുടെ ഭാഗത്തുനിന്ന് സംസാരം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ റൊമാൻറ്റിക് എനർജിയിലാണ്, ബോൾഡ് ആക്ഷൻ എടുക്കാനുള്ള എനർജിയിലുമാണുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി അപ്സെറ്റ് ആയിട്ടുള്ള എനർജിയിലാണുള്ളത്. ഈ സമയം ഹാപ്പി എനർജിയിലൊന്നുമല്ല. ആരുടെ കൂടെയുള്ള ആ ഒരു ബന്ധം ഇമോഷണലി എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്യാനുള്ള എനർജിയിലാണുള്ളത്. അതായത് എനിക്ക് ഇനി അവരുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാനുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫെമിനൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇനി നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് മാസ്കുലിൻ എനർജിയിലോ ഡൊമിനൻ്റ് ആയിട്ടുള്ള ആ ഒരു എനർജിയിലോ ആയിരിക്കത്തില്ല ഇവർ ഇനി സംസാരിക്കുന്ന. ഒരു ഫെമിനൻസ്, അതായത് ഒരു ഫീമെയിൽ എനർജി എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ സംസാരിക്കുക, എല്ലാ ഇമോഷൻസും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ
അതായത് ഒരു നേച്ചറിങ് ആയിട്ടുള്ള എനർജിയിലായിരിക്കും ഇവർ ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, എല്ലാം ഒരു കെയറിങ് നേച്ചറിങ് ആയിട്ടുള്ള എനർജി. ഇവരുടെ ആ ഒരു സ്നേഹം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇത്രയും നാൾ എൻ്റെ പേഴ്സൺ എന്നോട് ഒരു സ്നേഹവും കാണിച്ചില്ല, ഇപ്പോൾ എൻ്റെ അടുത്ത് എന്താ ഇത്ര സ്നേഹം കാണിക്കുന്നത് എന്ന്. ഇത് ഇവർ ഈ കാണിക്കുന്ന ആ ഒരു സ്നേഹവും എല്ലാം ടെമ്പററി ആയിരിക്കുമെന്നാണ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള ആ ഒരു എനർജി അല്ല. ഇപ്പോൾ ഒരു ആ മൂഡ് വരുന്നു, നിങ്ങളോട് ആ രീതിയിൽ സംസാരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാവും, നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്യും. ബ്ലോക്ക് സിറ്റുവേഷനിലാക്കിയിട്ട് വീണ്ടും ഇതേപോലെ എപ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് സ്നേഹം, അപ്പോൾ വീണ്ടും വരും ആ ഒരു എനർജി. ഇനി ഇമോഷണലി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ട്രിഗർ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് ട്രിഗർ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, ഇവർ ഇമോഷണലി വളരെ ഡൗൺസ് ആയിരിക്കും, അതായത് അപ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയം നിങ്ങളുടെ അടുത്ത് വന്നാൽ മാത്രമേ ഇവർക്കൊരു ഹീലിംഗ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കും ചില ആൾക്കാരുടെ പേഴ്സൺ. അതായത് ഇവരുടെ ആ ഒരു വിഷമവും എല്ലാം പറഞ്ഞ് നിങ്ങളോട് ഒരു സപ്പോർട്ട് വാങ്ങി നിങ്ങളിൽ നിന്നൊരു ഹീലിംഗ് ലഭിക്കുമ്പോൾ ഇവർക്ക് ഒരു റിലാക്സ് ഫീലാകും. അപ്പോൾ അതിനു വേണ്ടിയും ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇവർ പറയും, എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഇതൊക്കെ സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് എന്നെ ഓർമ്മ വന്നത്, അല്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഓർമ്മ വരുമോ, എൻ്റെ അടുത്ത് വരുമോ എന്ന് നിങ്ങൾക്കപ്പോൾ തോന്നും. ഇങ്ങനെ ആരുടെയൊക്കെ പേഴ്സണാണോ നിങ്ങളുമായിട്ട് യൂണിയനിലാവുന്നത്, അങ്ങനെയുള്ളവർ പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ വീണ്ടും നിങ്ങളെ തനിച്ചാക്കി പോകുന്നതായിട്ട് ടെമ്പററി ആയിട്ടുള്ള ഒരു യൂണിയൻ ആയിരിക്കും. അതായത് ഇവരുടെ ആ ഒരു വിഷമം മാറിക്കഴിയുമ്പോൾ ഇവർ വീണ്ടും പഴയതുപോലെ നിങ്ങളെ തനിച്ചാക്കിയിട്ട് പോകും. ടെമ്പററി ആയിട്ടുള്ളൊരു യൂണിയൻ ആണത്. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ കാണിക്കേണ്ട എന്തെന്ന് വെച്ചാൽ, ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വിഷമമായിട്ട് വരുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഓപ്പൺ അപ്പ് ആക്കാൻ പോകരുത്. അതായത് നിങ്ങൾക്കറിയാലോ ഇവർ വീണ്ടും സ്വഭാവം മാറുമ്പോൾ പഴയ അവസ്ഥയിൽ നിങ്ങളാക്കിയിട്ട് പോകുമെന്ന്. അപ്പോൾ അതനുസരിച്ച് ഇവരോട് പെരുമാറുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു മൂഡിലല്ല ഉള്ളത്. അതായത് ഞാൻ ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്, അങ്ങനെ പറയാനുള്ള മൂഡിലല്ല ഉള്ളത് ഇപ്പോൾ. ഇവിടെ ടെമ്പററി ആയിട്ടുള്ള ഒരു യൂണിയനാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുമായിട്ട് ഇവർക്ക് യൂണിയൻ ആകുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ആ എൻ്റെ പേഴ്സൺ ഞാനോട്ട് യൂണിയൻ ആയുള്ളൂ, ഇനി മാരേജിനെ കുറിച്ച് ചിന്തിക്കാം, മാരേജ് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും. പക്ഷേ ഇതൊരു ടെമ്പററി യൂണിയനാണ്, വന്ന പോലെ തന്നെ ഇവർ പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ അവരുടെ മുമ്പിൽ ഒരു ക്രേവിങ് കാണിക്കാൻ പോകരുത്. അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നാൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ എനർജി വളരെ ലോയിലാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇതുകൂടാതെ നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ, അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ച് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്നതായിട്ട്, ചെറിയ രീതിയിലൊരു വഴക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇവരുടെ ആ ഒരു ഇമോഷൻസ് എല്ലാം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യും. അതായത് ഫെമിനിൻ സൈഡായിരിക്കും ഇനി നിങ്ങൾക്ക് ഇവരുടെ കാണാൻ സാധിക്കുന്ന. മുമ്പ് മാസ്കുലിൻ എനർജിയിലായിരുന്നിട്ടുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ലോജിക്കൽ ആയിട്ട് ചിന്തിക്കുക, ഇഗ്നോർ ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക, നിങ്ങൾക്ക് അവരുടെ വാക്കുകൾക്ക് ഒരു വിലയും തരാതിരിക്കുക, അങ്ങനെയൊക്കെയാണ് ഇവർ മുന്നേ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല നിങ്ങളോട് പെരുമാറുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യും, നിങ്ങളെ കെയർ ചെയ്യും, നേച്ചറിങ് ചെയ്യും, പൊസസീവ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി. അങ്ങനെയുള്ളൊരു എനർജിയിലായിരിക്കും ഇവർ. ഇവിടെ നെക്സ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധ്യത, നിങ്ങൾക്ക് പേടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്ന്. പക്ഷേ അതേപോലെ തന്നെ അവർക്കും പേടിയാണ് നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്ന്. ഇവിടെ രണ്ടുപേരും ഒരു കാര്യത്തിന് പേടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, പരസ്പരം ഒരാൾ മറ്റൊരാൾ ഉപേക്ഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ. ഒന്നുകിൽ നിങ്ങളിൽ ഒരാൾ മുന്നേ ഒരു ചതി കിട്ടിയവരായിരിക്കും, അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഫിയർ അവർക്കോ നിങ്ങൾക്കോ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ള. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.